ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരത്തിൻ്റെ 9ാമത്തെ ദിവസത്തിലേക്ക് ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വെനീസിലെ ഒരു കോഫി ഷോപ്പിൽ കാപ്പി കുടിക്കാൻ കയറി ചെന്ന മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ ആ കടയിലേക്ക് കയറി വന്ന മറ്റൊരാൾ 2 കാപ്പി ഓർഡർ ചെയ്തിട്ട് വെയിറ്ററോട് പറഞ്ഞു, 1 ചുമരിന്. അയാൾക്കൊന്നും മനസ്സിലായില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ വേറെ 3 പേര് കടന്നു വന്നു. അവർ പറഞ്ഞു, 4 കാപ്പിയും 4 സാൻഡ്വിച്ചും, ഓരോന്ന് ചുമരിന്. മനുഷ്യന് കാര്യമൊന്നും മനസ്സിലാകാതിരിക്കുമ്പോൾ വെയിറ്ററെ വിളിച്ച് സ്വകാര്യത്തിൽ എന്താണ് 1 ചുമരിനെന്ന് എല്ലാവരും പറയുന്നത്? അയാൾ പറഞ്ഞു, ഇവിടുത്തെ ഒരു ആചാരമാണ്. ഇവിടെ കാപ്പി കുടിക്കാൻ വരുന്ന മനുഷ്യര് ഒരു കാപ്പി കുടിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു കാപ്പി ഓർഡർ ചെയ്യുന്ന കാപ്പിയുടെയും സാൻഡ്വിച്ചിൻ്റെയും സ്ലിപ്പ് വെയിറ്റർ എഴുതി ഭിത്തിയിൽ തൂക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരൻ ആ കടയിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, ചുമരിൽ നിന്ന് 1 കാപ്പി. എത്ര മനോഹരമായ ആചാരമാണല്ലേ! സഹായിക്കുന്നത് ആരെന്നും ആരെയാണ് സഹായിക്കുന്നതെന്നും ആർക്കും അറിയാത്ത സഹായത്തിൻ്റെ അനുഗ്രഹീതമായ അതിശ്രേഷ്ഠമായ ഭാവം. സഹായം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും സങ്കടമോ ലജ്ജയോ അപമാനമോ അനുഭവിക്കാൻ ഇടയാകാതെ ആവശ്യക്കാരന് സഹായം സ്വീകരിക്കാനുള്ള അനുഗ്രഹീത അവസരം. നടന്നു പോകുന്ന മനുഷ്യനെ ഞാനാണ് സഹായിച്ചത് എന്ന അഹംഭാവം അല്പം പോലും ഇല്ലാതെ മറ്റൊരാളുടെ വിശപ്പടക്കാൻ കാരണക്കാരായി തീരാൻ കഴിയുന്ന ശ്രേഷ്ഠമായ ജീവിത സന്ദേശം. ക്രിസ്തുമസ് നമുക്കും ഈ സുന്ദര മനോഭാവത്തെ സ്വന്തമാക്കാം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ മനസ്സാക്ഷി മുറിപ്പെടാതെ, അവരുടെ ആത്മാഭിമാനത്തിന് അല്പം പോലും ക്ഷതം പറ്റാതെ, നടന്നു പോകുന്നവൻ എൻ്റെ സഹായം കൊണ്ടാണ് പോകുന്നതെന്ന അഹംഭാവം അല്പം പോലും എന്നിൽ ഏശാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഹരമായ മനോഭാവം. ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനോട് പറഞ്ഞു പോലും, ജീവിതത്തിൽ നീ എപ്പോഴും 3ാമത്തവനെ ആകാൻ പാടുള്ളൂ. കുഞ്ഞിന് മനസ്സിലായി, നിന്റെ ജീവിതത്തിൽ 1ാമത്തവൻ ദൈവമാകണം, 2ാമത്തവൻ മറ്റുള്ളവരാകണം, 3ാമത്തേത് മാത്രമേ നീ ആയിട്ട് മാറാൻ പാടുള്ളൂ. അപരനെ ആത്മാർത്ഥ സ്നേഹത്തോടെ അണച്ചു പിടിക്കുന്ന, അപരൻ്റെ ആത്മാഭിമാനത്തിന് അല്പം പോലും ക്ഷതമേൽപ്പിക്കാത്ത ജീവിതഭാവങ്ങളെ സ്വന്തമാക്കുമ്പോൾ നിശ്ചയമായും ഈ ക്രിസ്മസ് കാലം അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. ആയതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 8ാമത്തെ ദിവസത്തിലേക്ക് ഏറെ സ്നേഹാദരവുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ പ്രിയ മകളെ വല്ലാതെ ആഴമായി സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിൻ്റെ ആഴം അതിന് അധികം ആയുസ് കൊടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. തൻ്റെ പ്രിയപ്പെട്ട മകൾ
ഒരപകടത്തിൽ മരിച്ചുപോയി. ആ പിതാവ് തൻ്റെ മകളെ ഓർത്ത് വല്ലാതെ നൊമ്പരപ്പെട്ട് കഴിയുകയാണ്. ഒരു ദിവസം അയാൾ ഒരു സ്വപ്നം കണ്ടുപോലും. തൻ്റെ കുഞ്ഞ് സ്വർഗത്തിലെ സുന്ദരമായ പൂന്തോട്ടത്തിൽ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം മാലാഖമാരെ പോലെ ഓടിക്കളിക്കുക. അവരെല്ലാം മാലാഖമാരെ പോലെ ഓടിക്കളിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കത്തിച്ച ഒരു മെഴുകുതിരിയുണ്ട്. എന്നാൽ സങ്കടകരമായ കാര്യം, തൻ്റെ കുഞ്ഞിൻ്റെ മാത്രം മെഴുകുതിരി അണഞ്ഞു പോയിരിക്കും. അയാൾക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സ്വപ്നത്തിൽ കുഞ്ഞ് അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പോലും, പപ്പയുടെ കണ്ണുനീര് കൊണ്ടാണ് എൻ്റെ മെഴുകുതിരി എപ്പോഴും അണഞ്ഞു പോകുന്നത്. അയാൾക്കതൊരു തിരിച്ചറിവായിരുന്നു. ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ച് സ്വർഗീയ ഭവനത്തിലെത്തി മാലാഖമാരോടൊപ്പം സന്തോഷിക്കുമ്പോൾ തൻ്റെ കണ്ണുനീര് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മെഴുകുതിരിയെ അണച്ചു കളയുകയാണ്. സ്നേഹമുള്ളവരെ, മരണം ജീവിതത്തിൽ മാറ്റാനാവാത്ത യാഥാർത്ഥ്യമാണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോവുക. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ മനപ്രയാസപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ സന്തോഷിക്കുക എന്നാണോ തോന്നണേ? അവര് ഈ ഭൂമിയിൽ നിന്ന് മരണത്തിലൂടെ മാറ്റപ്പെട്ടതാണ്. നമ്മളാരും കൊന്നുകളഞ്ഞതല്ല. മരണം അത് ഒരടക്കമല്ല, മടക്കമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ്റെ ശരീരം മാത്രമേ മണ്ണിൽ അടക്കപ്പെടുന്നുള്ളൂ. ആത്മാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ സഹോദരീ സഹോദരങ്ങളോ ആരുമാകട്ടെ, അകാലത്തിലായിരിക്കും വേർപെട്ടു പോയത്. വേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും. പക്ഷേ ആ ദുഃഖത്തിൽ തന്നെ ഒരായുസ് മുഴുവനും ഒരുക്കി തീർത്താൽ നമ്മുടെ ജീവിതത്തിന് ഗുണമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് സന്തോഷമുണ്ടോ? നമ്മൾ ആത്മശോധന നടത്തേണ്ടെന്നല്ലേ? അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ ജീവിതത്തിൽ പാലിച്ച പവിത്രമായ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ജീവിതം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കാൻ ഇടയായിത്തീരും. ഈ ക്രിസ്മസ് കാലം നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. മരണത്തെപ്പറ്റി ക്രിസ്തീയമായ കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണം. പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ നിദ്ര പ്രാപിച്ചവരെ ഓർത്ത് വിലപിക്കരുത് എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീനെന്ന് പരിശുദ്ധ സഭ വാങ്ങിപ്പോയവർ നമ്മളോട് പറയുന്നതായി പഠിപ്പിക്കുമ്പോൾ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളതായ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സ്വന്തമാക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 7ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസ് കാലം നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നത് തിരുക്കുടുംബത്തെ കുറിച്ചാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു കൂടാണ് എന്നുള്ളത്. കുടുംബം സ്നേഹത്തിൻ്റെ
കൂടായി തീരുമ്പോഴാണ് ജീവിതം കുലീനമായി മാറ്റപ്പെടുക. ഇംഗ്ലീഷ് ഭാഷയിൽ കൂടിനെ സൂചിപ്പിക്കാൻ 2 വാക്കുകൾ ഉപയോഗിക്കാറ്. ഒന്ന് നെസ്റ്റ് എന്നതും രണ്ടാമത്തേത് കേജ് എന്നത്. ആഴമായ അർത്ഥവ്യത്യാസം ഈ 2 വാക്കുകൾ തമ്മിലുണ്ടെന്ന് നമുക്കറിയാം. നെസ്റ്റ് അന്തി ഉറങ്ങാനുള്ള അനുഗ്രഹീതമായ ആനന്ദത്തിൻ്റെ ഇടമാണെങ്കിൽ കേജ് ആരെയും ഭയപ്പെടുത്തുന്ന അടിമത്വത്തിൻ്റെ ഇടമാണ്. നമ്മുടെ കുടുംബങ്ങൾ ഒരു കേജ് പോലെ പലരെയും അടിമകളാക്കി തീർക്കുകയാണോ, അതോ ഒരു നെസ്റ്റ് പോലെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസം കണ്ടെത്താനുള്ള അനുഗ്രഹീതമായ അഭയകേന്ദ്രമായി മാറ്റപ്പെടുന്നു? ആരാണ് ഒരു വീടിനെ നെസ്റ്റാക്കി തീർക്കുന്നതും കേജാക്കി മാറ്റുന്നതും? മറ്റാരുമല്ല, വീട്ടിലുള്ള ഞാനും നിങ്ങളും ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളോടൊപ്പമുള്ളവരുടെ മനസ്സിന് മനസ്സമാധാനം പകരുന്ന ഒരു നെസ്റ്റ് അനുഭവം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, അവർക്ക് മനപ്രയാസവും ദുഃഖവും മാത്രം പകരുന്ന ഒരു കേജിൻ്റെ അവസ്ഥയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ജീവിത പങ്കാളികൾ ദൈവം ഒരു കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചു വേർതിരിക്കുന്നത് കുടുംബത്തെ ഒരു സ്നേഹത്തിൻ്റെ കൂടാരമാക്കി തീർക്കാൻ വേണ്ടിയാണ്. കുടുംബം സ്നേഹത്തിൻ്റെ കൂടായി തീർന്നതാണ് തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്ന കാര്യം. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായി തിരുക്കുടുംബത്തിൽ, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയൊന്നും ഇനി ഒരു കുടുംബത്തിലും ഉണ്ടാകാൻ സാധ്യത പോലുമില്ല. പക്ഷേ അവിടെയെല്ലാം ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയാതെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ അനുഭവം. ഈ ക്രിസ്മസ് കാലം നമ്മുടെ കുടുംബ ജീവിതത്തെ കുറെ കൂടെ കുലീനമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കുടുംബം ഒരിക്കലും ഒരു കേജ് പോലെ അടിമത്തമായി തീരാതെ ഒരു നെസ്റ്റ് പോലെ ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഗ്രഹീത ഭാവങ്ങളായി മാറ്റപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനന പെരുന്നാൾ വചനവിചാരങ്ങളുടെ 6ാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹിറ്റ്ലറുടെ കിരാതവാഴ്ച നടമാടുന്ന കാലം, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ട്രെയിനിൽ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോവുകയാണ്. അവരുടെ ഉച്ചത്തിലുള്ള നിലവിളിയും ഏങ്ങലടിയും ഒക്കെ ആ ട്രെയിൻ കടന്നു പോകുന്ന വീഥികളിലെല്ലാം വല്ലാത്ത വേദന പടർത്തുന്നുണ്ട്. ഒരു പള്ളിയുടെ മുൻപിലൂടെയായിരുന്നു ഈ ട്രെയിൻ പോകുന്ന റെയിൽപാളം കടന്നു പോയത്. പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് ഈ ട്രെയിനിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ ഉച്ചത്തിലുള്ള നിലവിളിയും ഏങ്ങലടിയും കേൾക്കുമ്പോൾ പാവപ്പെട്ട പുരോഹിതൻ ആരാധന അല്പം നേരം നിർത്തിവെക്കും. പുരോഹിതൻ ആരാധന നിർത്തുന്ന സമയത്ത് ഈ മനുഷ്യരുടെ നിലവിളി ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നവരുടെയൊക്കെ മിഴികൾ ഈറനണിഞ്ഞ്
മനസ്സ് വല്ലാതെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. നാളുകൾ കുറെ കഴിഞ്ഞുപോയി. ഇതൊരു സ്ഥിരം സംഭവമായപ്പോൾ പിന്നെ പുരോഹിതൻ ആരാധന നിർത്താറൊന്നുമില്ല. അതങ്ങനെ തുടർന്നു. പുരോഹിതൻ ആരാധന നിർത്താതിരുന്നപ്പോൾ ആളുകളും അവരുടെ മനസ്സിനും അത്രയധികം സ്വാധീനമൊന്നും ഈ നിലവിളി വരുത്തിയില്ല. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല. ഈ മനുഷ്യരുടെ നിലവിളിയും തേങ്ങലും ഏങ്ങലടിയും ഒക്കെ കാരണം. അവർ പള്ളിയുടെ പൊതുയോഗം വിളിച്ചു കൂട്ടിപ്പോൾ മനോഹരമായൊരു തീരുമാനം അവിടെ എടുത്തു. എന്താണെന്നറിയാമോ? സ്വസ്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പള്ളിക്ക് നല്ലൊരു മൈക്ക് സിസ്റ്റം വാങ്ങണം. പ്രാർത്ഥനയുടെ ശബ്ദം ഉച്ചസ്ഥായിയിൽ വെച്ചാൽ പിന്നെ പാവപ്പെട്ടവൻ്റെ നിലവിളി കേൾക്കുക പോലും വേണ്ടല്ലോ. സ്നേഹമുള്ളവരെ, നമ്മുടെ ആരുടെയും പള്ളി പാവപ്പെട്ട മനുഷ്യൻ്റെ നിലവിളി കേൾക്കാതിരിക്കാൻ പൊതുയോഗം കൂടി മൈക്ക് സെറ്റ് വാങ്ങാൻ തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടാവില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ പക്ഷേ നമ്മളിത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ലേ? പ്രായമായ മാതാപിതാക്കൾ അവരുടെ ശരീരത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ ഭാരം കൊണ്ട് അവരിങ്ങനെ ഞെരങ്ങും മൂളുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് കേട്ട് മടുത്തിട്ട് ടി വിയുടെ വോളിയം എപ്പോഴെങ്കിലും കൂട്ടിവെച്ചിട്ടുണ്ടോ? കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ശബ്ദം അല്പം കൂടി ഉയർത്തിയിട്ടില്ലേ? ജീവിത പങ്കാളി അവർ പറയുന്നത് കേൾക്കാൻ മനസ്സില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടില്ലേ? അനുകമ്പ അന്യം വന്നു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തുമസ് നന്മയുടെ പിറവിയാണ് ലോകത്തിൽ സംഭവിച്ചത്. ക്രിസ്മസ് കാലത്ത് നന്മയുടെ മരണം സംഭവിക്കുന്നു നമ്മിലൂടെ എന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതായിരിക്കും. നന്മയ്ക്ക് പിറക്കാൻ കാരണക്കാരാവുക എന്നതാണ് ക്രിസ്തുമസ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം. നമ്മിലൂടെ നന്മ മരിച്ചു വീഴാതിരിക്കാൻ നമ്മൾ ജാഗ്രതയുള്ളവരായി തീരണം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്ന വചനവിചാരങ്ങളുടെ 5-ാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ആരും അനാഥരല്ല എന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് ക്രിസ്തുമസ് നമുക്കായി നൽകുന്നത്. എനിക്ക് വേണ്ടി ഒരു ദൈവം ജാതനായി എന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സത്യത്തിൽ ക്രിസ്തുമസ് പകരുന്ന സന്ദേശം അതാണ്. ഈ ഭൂമിയിൽ ആരൊക്കെ ഇല്ലെങ്കിലും എനിക്ക് സ്വന്തമായി എന്നെ സ്വന്തമെന്ന് കരുതുന്ന ഒരു സ്വർഗീയ രാജകുമാരൻ ജാതനായി എന്നുള്ള ശ്രേഷ്ഠമായ സന്ദേശം. മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന പക്ഷി ആശ്രയിക്കുന്നത് ചില്ലയെ അല്ല, ചിറകിനെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പക്ഷി ചോദിക്കുന്ന ചോദ്യം എത്രയോ ചിന്തനീയമാണ്. ചിറക് പൊന്തുമെങ്കിൽ ചില്ല പൊട്ടിയാൽ എന്തിനാണ് ഭയക്കുന്നത്? ചിറകുകൾ പൊക്കാൻ പറ്റുമെങ്കിൽ ചില്ലകൾ പൊട്ടി താഴെ വീണാൽ ഭാരപ്പെടേണ്ടെന്ന കാര്യമില്ല. മനുഷ്യരുടെ മുഴുവൻ ആശ്രയവും നഷ്ടപ്പെട്ടു പോകും.
കൂടെ നിൽക്കുമെന്ന് കരുതുന്നവര് കുതികാൽ വെട്ടാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോഴും പക്ഷിയുടെ ചോദ്യം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇടയാകണം. ചിറക് പൊന്തുമെങ്കിൽ പിന്നെ ചില്ല പൊട്ടിയ എന്ന്. ക്രിസ്തുമസ് നമ്മൾ അനാഥരല്ല, നമ്മെ സനാഥരാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്നുള്ള സദ്വാർത്ത മനസ്സിൽ സ്വീകരിക്കാൻ മനസ്സുണ്ടാകും. ഒപ്പം ദൈവപിതാവിൻ്റെ മകനോ മകളോ ആയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ആ ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തായി പ്രതീക്ഷയായിട്ട് കൂടെ നിൽക്കേണ്ടുന്നത് പക്ഷിയുടെ ചോദ്യം തന്നെയാണ്. ചിറക് പൊന്തുമെങ്കിൽ പിന്നെ ചില്ല പൊട്ടിയ എന്ത്? ദൈവം കൂടെയുണ്ടെങ്കിൽ പിന്നെ വേറെ ആരില്ലെങ്കിൽ എന്താണ്? ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതയാത്ര ഏറ്റവും സന്തോഷകരമാക്കി തീർക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം. സ്നേഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചില തലവാചകങ്ങൾ കണ്ടാൽ മനുഷ്യർ തലതിരിഞ്ഞു പോകും. എന്നാൽ മറ്റ് ചില തലവാചകങ്ങൾ തിരക്കിട്ട് പോകുന്നവർ പോലും തിരിഞ്ഞു വന്ന് അതെന്താണെന്ന് അറിയാൻ മനസ്സ് കാണിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഒരു പുസ്തകം, ഒരു കവിതാ സമാഹാരം പേരുകൊണ്ട് മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. വയനാട്ടുകാരനായ ജോയ് ഐക്കരക്കൊടി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വാക്ക് വറ്റിയ വീട്. വെള്ളം വറ്റിയ കിണറെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് വാക്ക് വറ്റിയ വീട് എന്നൊരു പേര് കേൾക്കുന്നത്. ആ പേര് തന്നെ എന്തുമാത്രം ആഴമായ ചിന്തയ്ക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് വറ്റിപ്പോകുന്നത് വാസ്തവത്തിൽ നമ്മുടെ വാക്കുകളല്ലേ. എത്രമാത്രം ഘനീഭവിച്ച അന്തരീക്ഷമാണ് വീടിനുള്ളിൽ ഓരോരുത്തരും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. വാക്കുകൾക്ക് വല്ലാതെ ക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടം. വീടുകളുടെ ജീവരസം എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരമുള്ള സംസാരമാണെന്ന് മറന്നു പോകരുത്. നമ്മുടെ വീടുകളുടെ വാക്കുകൾ വറ്റിപ്പോകാതെ സൂക്ഷിക്കേണ്ടുന്നത് വലിയ കാര്യമായിട്ട് തന്നെ കാണണം. മറ്റൊരു കാര്യമുണ്ട്, ചിലയിടത്ത് വാക്കുകൾ വറ്റിപ്പോയിട്ടില്ല, പക്ഷെ പറയുന്ന വാക്കുകൾ പലപ്പോഴും പഴിവാക്കുകളും തെറിവാക്കുകളുമാണെന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ, പ്രചോദനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമ്മുടെ വീടുകളെ ജീവനുള്ളതാക്കി തീർക്കാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ജോലി കഴിഞ്ഞ് സന്ധ്യാസമയത്ത് തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തൻ്റെ മകൻ വിശുദ്ധ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുക. അയാൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: പത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല. അയാളുടെ മനസ്സിൽ പുഞ്ചിരി വീണു. അയാൾ മകനെ തിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, പത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നല്ല, സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. തൻ്റെ കുഞ്ഞിനെ തിരുത്തി കൊടുത്തു. കുഞ്ഞത് തിരുത്തി വായിച്ചെങ്കിലും അയാളുടെ മനസ്സിൽ ആ ചിന്ത വല്ലാതെ കിടക്കുകയുണ്ടായി. സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നത് ഒരു ചരിത്ര, പക്ഷേ പത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമല്ലേ എന്ന ചിന്ത. താൻ ജോലി ചെയ്യുന്ന പത്രത്തിൽ തൻ്റെ തമ്പുരാന് ഇടമുണ്ടോ എന്നത് അയാളുടെ മനസ്സിനെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. യേശുവിന് പിറക്കാൻ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് അനേക ആവർത്തി നമ്മൾ പറഞ്ഞാലും ഏറ്റുചൊല്ലിയാലും പ്രസംഗിച്ചാലും അതൊരു ചരിത്ര സംഭവമായിട്ട് നിലനിൽക്കുമ്പോൾ, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിന് ഇടമുണ്ടോ എന്ന് ആത്മശോധന നടത്തുന്നത് അനുഗ്രഹകരമായിരിക്കും. മിൽട്ടൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്: എന്നിൽ തമോമയമായതിനെ പ്രകാശിപ്പിക്കണമേ എന്ന്. ഇലൂമിൻ വാട്ട് ഈസ് ഡാർക്കൻ ഇൻ മീ. ജീവിതത്തിൽ തമോമയമായതിനെ പ്രകാശിപ്പിക്കുക എന്ന പ്രാർത്ഥന എത്രയോ ശ്രേഷ്ഠകരമാണ്. ക്രിസ്മസ് കാലം നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ ഇടയായിത്തീരണം. ഒരിക്കൽ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ കണ്ടുനിന്ന ഒരാൾ അയാളെ രക്ഷിച്ചു. വലിയ ധനാഢ്യനായിരുന്നു വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോയതെങ്കിലും രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കരയിൽ കയറിയിട്ട് രക്ഷിച്ച മനുഷ്യന് അയാൾ വളരെ ചെറിയ നാണയത്തൊട്ടുകളാ കൊടുത്തത്. പണമൊന്നും കൊടുത്തില്ലേലും അയാൾക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ വളരെ ചെറിയ നാണയത്തൊട്ട് കൊടുത്തപ്പോൾ അയാൾക്ക് വലിയ വിഷമം തോന്നി. കണ്ടുനിന്ന മറ്റൊരാൾ പറഞ്ഞു, മോനെ, സങ്കടപ്പെടണ്ട, അയാളുടെ ജീവന്റെ വില നിനക്ക് തന്നു എന്ന് കരുതിയാൽ മതി. സ്വന്തം ജീവന്, ജീവിതത്തിന് നമ്മൾ എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ വിശേഷതയുള്ളതാക്കി തീർക്കുക. പത്രത്തിൽ ഇടം കിട്ടിയില്ല എന്നുള്ളത് അനുദിന ജീവിതത്തിൻ്റെ, ഞാൻ ഇടപെടുന്ന മേഖലകളുടെ, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ എൻ്റെ ദൈവത്തിന് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നിൽ തമോമയമായതിനെ പ്രകാശമയമാക്കി തീർക്കണമേ എന്ന മിൽട്ടൻ്റെ പ്രാർത്ഥന പോലെ ഈ ക്രിസ്മസ് കാലം നമ്മെ പ്രഭാപൂരിതമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 2-ാം ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അമ്മയ്ക്കെഴുതിയ കത്ത് എന്ന പേരിൽ
സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിനകത്ത് അന്ധയായ ഒരു വിദ്യാർത്ഥിനിയുടെ അടുത്തുകൂടെ കടന്നുപോയ ആൺ സുഹൃത്തിനെ അവൾ പേര് ചൊല്ലി വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീജേഷ്, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? അത് കേട്ടപ്പോൾ അവളുടെ അടുത്ത് നിന്ന് മറ്റൊരു പെൺകുട്ടി അത്ഭുതം കൂറി ചോദിച്ചു, അല്ല, അപ്പം നിനക്കല്ലേ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് അടുത്തുകൂടി പോയത് ശ്രീജേഷാണെന്ന് മനസ്സിലായത്? അന്ധയായ പെൺകുട്ടി പറഞ്ഞു, അതോ ആ രാസ്നാദിപ്പൊടിയുടെ മണം. അവൻ ഒരു മാറ ജലദോഷിയല്ലേ. അതിനുശേഷം ആ പെൺകുട്ടി പറയുന്ന വാക്കാണ് ആഴമായി ആരുടെയും മനസ്സിനെ സ്വാധീനിക്കുക. ഓരോരുത്തർക്കും ഓരോ മണമുണ്ട്. അച്ഛന് കള്ളിൻ്റെയും മുറുക്കാൻ്റെയും മണം, അമ്മയ്ക്ക് വിയർപ്പിൻ്റെയും കരിയുടെയും മണം, സോമൻ സാറിന് മുറുക്കാൻ്റെ മണം, സൈനബ ടീച്ചർക്ക് അത്തറിൻ്റെ മണം, നിനക്കാണെങ്കിലോ നല്ല കാച്ചിയ വെളിച്ചെണ്ണയുടെ മണം. ഓരോരുത്തർക്കും ഓരോ മണമുണ്ട്. വിയർപ്പിൻ്റെ മണം വിലയുള്ളതാണ്. അധ്വാനത്തിൻ്റെ മണം ആത്മാഭിമാനത്തിൻ്റെതാണ്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മണം മനം മടുപ്പിക്കുന്നതാണെന്ന് മറന്നു പോകരുത്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ 2 മണം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 1 കോസ്മെറ്റിക് സെൽ, 2 ഗോസ്പൽ സ്മെൽ. സുഗന്ധവർഗങ്ങളുടെ മണവും സുവിശേഷത്തിൻ്റെ സുഗന്ധം. ജീവിതത്തിൽ സുഹൃതം ചെയ്യുന്നവരുടെ ജീവിതത്തിനാണ് സുവിശേഷത്തിൻ്റെ സുഗന്ധമുണ്ടാവുക. അവന് കാണാൻ വന്ന പൂജരാജാക്കന്മാർ പൊന്നും മോരും കുന്തിരുക്കവും കാഴ്ചവെച്ചു എന്നാണല്ലോ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ സുഹൃതങ്ങളുടെയും സുവിശേഷത്തിൻ്റെയും സുഗന്ധം പരത്തുന്നവരായി മാറാൻ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനനവും വചനവും എന്ന ജനനപ്പെരുന്ന വചനവിചാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ നമുക്കൊരു ചോദ്യം ഉയരട്ടെ. എൻ്റെ ശരീരം സുഗന്ധവർഗങ്ങളുടെ സുഗന്ധം കൊണ്ട് പരിമളം പരത്തുന്ന സമയത്ത് മനസ്സ് സുവിശേഷത്തിൻ്റെയും സുഹൃതങ്ങളുടെയും സുഗന്ധം കൊണ്ട് നിറഞ്ഞു കവിയുന്നുണ്ടോ? ആയതിന് ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ ആദ്യ ദിവസത്തിലേക്ക് സ്നേഹാദരവുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചെറിയ നേട്ടങ്ങളുടെ വലിയ ശക്തി, ദ പവർ ഓഫ് ടൈനി തിങ്സ് എന്ന മനോഹരമായൊരു തത്വം ജെയിംസ് ക്ലിയർ പങ്കുവയ്ക്കുന്നത് ശ്രദ്ധേയമാണ്. അനുദിനമുള്ള ചെറുതും ക്രമാനുഗതവുമായ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള മെച്ചപ്പെടുത്തലുകൾ എങ്ങനെ വലിയ ദീർഘകാല ഫലങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഓരോ ദിവസവും 1% എന്ന തോതിൽ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് 1 വർഷത്തിനുള്ളിൽ സ്വഭാവത്തിൽ ഏകദേശം 38%
വർധനവിന് കാരണമാകും പോലും. അതേസമയം 1% ഇടിവ് 0-ത്തിനടുത്തുള്ള ഫലത്തിലേക്കാണ് നമ്മെ നയിക്കുക. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഇന്ന്, ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ട നാളെ, നാളെയേക്കാൾ മെച്ചപ്പെട്ട മറ്റന്നാൾ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹരമായ മനോഭാവം. ഒരിക്കൽ ഒരു ശില്പി ഒരു പുണ്യവാളൻ്റെ തല മരത്തിൽ കൊത്തിയുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരാൾ ചോദിച്ചു, സ്നേഹിത, ഇവിടെ ഈ പുണ്യവാളൻ്റെ മറ്റൊരു രൂപം കൊത്തിയുണ്ടാക്കിയത് ഇരിപ്പുണ്ടല്ലോ, പിന്നീട് എന്തിനാണ് വീണ്ടും ഒന്നുകൂടെ നീ നിർമ്മിക്കാൻ പോകുന്നത്? അപ്പോൾ ശില്പി പറഞ്ഞു, അതോ, ആദ്യം ഉണ്ടാക്കിയതിന് ചെറിയൊരു പോറൽ പറ്റിപ്പോയി, അതുകൊണ്ട് മറ്റൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ആ വഴിപോക്കൻ ആ ശില്പത്തിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് ശില്പിയോട് ചോദിച്ചു, ഇതിലെവിടെയാ പോറൽ പറ്റിയിരിക്കുന്നത്? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ശില്പി പറഞ്ഞു, ആ ശില്പത്തിൻ്റെ മൂക്കിൻ്റെ ഇടതുവശത്തൊന്ന് നോക്കൂ, അവിടെ ഒരു പോറൽ കാണാം. അങ്ങനെ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരു വലിയ പോറലൊന്നും ആയിരുന്നില്ല അത്. ശില്പി പറഞ്ഞതനുസരിച്ച് നോക്കിയപ്പോൾ വഴിപോക്കന് ആ പോറൽ കാണാൻ പറ്റി. അയാൾ ശില്പിയോട് രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, ഈ ശില്പം എവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അതോ ദേവാലയത്തിൻ്റെ 10 അടി പൊക്കമുള്ള മുഖവാരത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു ശില്പമാണ് പോലും. സ്നേഹമുള്ളവരെ, ആ വഴിപോക്കൻ ശില്പിയോട് ചോദിച്ചു, തൊട്ടടുത്ത് വെച്ചിട്ട് സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ എന്ന പോലെ നോക്കിയിട്ടാണ് ഞാനിതിൻ്റെ പോറൽ കണ്ടത്. ഇനി പള്ളിയുടെ മുഖവാരത്തിൻ്റെ മുകളിൽ, അതും 10 അടി ഉയരത്തിൽ ഇത് സ്ഥാപിച്ചു കഴിയുമ്പോൾ ഈ പോറൽ ആർക്കാണ് കാണാൻ കഴിയുക? ചോദ്യത്തിന് ശില്പി പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമായിട്ട്. അത് ആർക്കാണ് കാണാൻ കഴിയുക എന്നതല്ല കാര്യം, എനിക്കത് അറിയാമല്ലോ എന്നതാണ് പ്രധാനം. എൻ്റെ ജീവിതത്തിൻ്റെ കുറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ, എൻ്റെ പെരുമാറ്റത്തിൻ്റെ വൈകല്യങ്ങൾ, എൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾ ആരൊക്കെ കാണുന്നു എന്നതിനേക്കാൾ അങ്ങനെയൊരു കുറവുണ്ടെന്ന് എനിക്കറിയാമല്ലോ എന്നതാണ് ഏറ്റവും പ്രധാനം. എത്ര നിർമ്മലമായ ഒരാത്മാവിനെയാണ് ദൈവം നമ്മിൽ നിക്ഷേപിച്ചത്. മരണത്തിലൂടെ അത് ദൈവത്തിന് തിരികെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ആത്മശോധന നടത്തേണ്ടുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പടിപടിയായിട്ടുള്ള പരിവർത്തനത്തിന്, മനോഹരമായ മാറ്റത്തിന് മനസ്സ് കാണിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്ന് ആമുഖത്തിൽ ജെയിംസ് ക്ലിയറിൻ്റെ തത്വം നമ്മൾ കേട്ടതാണ്. ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പൊരുത്തക്കേടുകൾക്കും പോറലുകൾക്കും കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമ്മൾ പരിഗണന കൊടുക്കാതെ പോയ സ്വഭാവത്തിൻ്റെ ശുദ്ധി അറിയാതെ സീറോയിലെത്തുമെന്നും നമ്മൾ കേട്ടു. ശില്പിയുടെ വാക്ക് നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കണം. ആരൊക്കെ അത് കാണുന്നു എന്നതല്ല, എനിക്കത് അറിയാമെന്നുള്ളത്, എൻ്റെ ദൈവത്തിന് അതറിയാമെന്നുള്ളത്, അതാണ് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ടത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. മനസ്സിൻ്റെ നന്മയും ജീവിതത്തിൻ്റെ ശുദ്ധിയും പെരുമാറ്റത്തിൻ്റെ ശ്രേഷ്ഠതയും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ കരുതലുള്ളവരാകാം നമുക്ക് ഈ ജനനപ്പെരുന്നാളിൻ്റെ നാളുകളിൽ.
അനുദിനം അടിച്ചുവാരി വൃത്തിയാക്കണം, അലക്കിത്തേച്ച് മനോഹരമാക്കണം, കഴുകിക്കുളിച്ച് ശുദ്ധിയാക്കണം. ഉണ്ണുന്നതും ഉടുക്കുന്നതും ഉപയോഗിക്കുന്നതും മാത്രമല്ല, മനസ്സും ഹൃദയവും വികാരവിചാരങ്ങൾ കൂടി. മനസ്സിൻ്റെ നന്മയാണ് മനസ്സമാധാനത്തിൻ്റെ മാനദണ്ഡം. ക്രിസ്തുമസിൻ്റെ സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം അനുഭവിക്കാം. നല്ല മനസ്സോടെ ദൈവത്തിൻ്റെ സ്വർഗീയമായ സമാധാനം ഈ ക്രിസ്മസ് നാളുകളിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.